അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു മാങ്ങി ഇന്നലെ പൊരിച്ച ബത്തലുണ്ടേനി കുറച്ച് ബാക്കി അതും കൂടി വെച്ചിട്ടൊരു തേങ്ങ അരച്ച കറിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. മാങ്ങ കണ്ട് മുറിച്ച് വെച്ചത്, ചക്കക്കുരു, 2-3 പച്ചമുളക്, ഒരു തക്കാളി, പൊരിച്ച് വെച്ച ബത്തലും. ഇതുകൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിക്കാണ്ട് കുക്കറിലിട്ടുകൊണ്ടാണ് വേവിക്കണത്. അതിക്കൊരു തക്കാളി, ഈ 3 പച്ചമുളകും കൂടി അതിക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. അതിക്കൊരു 1 ടീസ്പൂണ് മുളകും പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പും, ഒരു സ്പൂണ് വെളിച്ചെണ്ണ, പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ്. അതിനൊരു അരമുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, കുറച്ച് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഒരു വെളുത്തുള്ളിയും കൂടി നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. അത് അരിഞ്ഞ് വന്നപ്പോത്തിന് ആയപ്പോത്തിനൊക്കെ കുക്കറിലുള്ള ഈ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ചൊക്കെ വെച്ച ബത്തലും ആ മുറിച്ച് വെച്ച മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. ഇനി വിസിലൊന്നും അടുപ്പിക്കണ്ട കേട്ടോ. ഇനി തിളച്ച് വെന്താൽ മതി. ഈ മാങ്ങ ഇങ്ങനെ ആദ്യം തന്നെ ഇട്ടെടുത്ത വെന്ത് ഉടഞ്ഞു പോകും. അതാണ് ഇതിങ്ങനെ വേവിച്ചെടുക്കണത്. അങ്ങനെ ആകുമ്പോഴേ കടിച്ചാൻ കിട്ടുള്ളൂ. അങ്ങനെ അത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി പാർന്ന് കൊടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ കറി വെക്കാത്തവർ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് വെച്ചിട്ടുണ്ടെങ്കിൽ. മാങ്ങ കഷ്ണമൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്.